ഗായ്സ്, എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്തിട്ട് കട്ടൻ കുടിക്കുകയാണ് കേട്ടോ. കട്ടനും ബിസ്ക്കറ്റുമാണ്. ഇത് പൊട്ടറ്റോയുടെ ബിസ്ക്കറ്റാണ് കേട്ടോ കഴിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും പഴം പുഴുങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പഴുക്കാത്ത പഴമാണ് കേട്ടോ പുഴുങ്ങിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണത്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കട്ടനും ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഉച്ചത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലഞ്ചിന് എന്തൊക്കെ കറികളാണെന്ന് നോക്കാം. ചോറ്, സാമ്പാർ, പിന്നെ അവിയൽ, പിന്നെ ഉള്ളി ഉടച്ചതുണ്ടായിരുന്നു കേട്ടോ. മുളകും ഉള്ളിയും കൂടെ ഉടച്ചത്, പിന്നെ വെള്ളം. ഇതാണ് ഇന്നത്തെ ലഞ്ച്. പിന്നെ അമ്മയുടെ 16 കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ 16 ചൊവ്വാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ 16 കഴിയാതെ ഇങ്ങനെ കടുക് വറുത്തുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. കടുകൊന്നും വറുക്കാതെ നമുക്കതൊന്ന് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് കഞ്ഞി, വെള്ളം. അപ്പോൾ ലഞ്ച് കഴിക്കാം. ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് എണീച്ചപ്പോഴേക്കും കൈ മൊത്തം നീരും വേദനയും. അപ്പോൾ നോക്കിയപ്പോൾ നല്ല രീതിയിൽ നീരുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മ എന്തോ കയ്യിൽ കടിച്ചിട്ടുണ്ട്, ഭയങ്കര നീരും വേദനയുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂവും ഇലയൊക്കെ എടുത്ത് അതിൽ നിന്ന് കുറച്ച് നീര്, അതായത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മ എൻ്റെ കയ്യിലൊക്കെ കൊണ്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ടുള്ളൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. വേദന, നീറ്റൽ, പിന്നെ നല്ല നീരും ഉണ്ടായിരുന്നു കേട്ടോ. 2 കയ്യിലും കടിച്ചിട്ടുണ്ട്. ആട്ടാമ്പുഴു എന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ നല്ല രീതിയിൽ നീരൊക്കെ ഉണ്ട്. അങ്ങനെ തേച്ച് പിടിപ്പിക്കാനാട്ടോ അമ്മ. കയ്യിൽ നല്ല നീരും വേദന ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. ഉറങ്ങിയിട്ട് എണീറ്റപ്പോഴേക്കും നീന് കട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 3 പേരും കൂടെ കട്ടൻ കുടിക്കുകയാണ്. രാത്രിയത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ കഞ്ഞിയായിരുന്നു കേട്ടോ. പയറും കഞ്ഞിയായിരുന്നു. ചൂട് പയറും കഞ്ഞി ചൂടോടെ തന്നെ കുടിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് മുളക് വറുത്തതുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ രാത്രിയത്തെ ഫുഡ്. പയറും കഞ്ഞിയും മുളക് വറുത്തതും, കൊണ്ടാട്ട മുളക് വറുത്തതും. അപ്പോൾ കഞ്ഞി കുടിക്കട്ടെ ഗൈസ്. കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴേക്കും അമ്മ മിക്സിയിൽ ശംഖുപുഷ്പത്തിൻ്റെ ഇല കൊണ്ട് അടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അതിൻ്റെ നീര് എൻ്റെ കയ്യിൽ കൊണ്ട് വെച്ച് തരാണ് കേട്ടോ. അത് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അത് കട്ടയായിട്ട് കൊണ്ട് ഓരോ സൈഡിലായിട്ട് അങ്ങനെ കയ്യിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഈ നീര് വറ്റും, രാവിലെ ആകുമ്പോഴേക്കും നല്ല നീരും വറ്റി വേദനയൊക്കെ പോകുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ കയ്യിലൊക്കെ നല്ല രീതിയിൽ തേച്ചൊക്കെ പിടിപ്പിച്ചു. കാണില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും കയ്യിലെ വ്യത്യാസം. നീര് ആ സൈഡിലുള്ളത് നല്ല രീതിയിൽ പൊങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കയ്യിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കിടന്ന് ഉറങ്ങണം ഗൈസ്. ഉറങ്ങി എണീച്ച് രാവിലെ ആകുമ്പോഴേക്കും കുറയുമെന്നാണ് വിചാരിക്കുന്നത്. 2 കയ്യിലും ഉണ്ട് കേട്ടോ. അപ്പം നല്ല രീതിയിൽ നീരുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു ഡേ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ.